എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് ഇന്നത്തെ വിഷയമെന്ന് വെച്ചാൽ, നമ്മൾ പലതരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കണ്ടിട്ടുണ്ട് ഇല്ലേ? പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ട്. അത് പലരും ഓരോരുത്തർക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലും സഹായിക്കുന്ന ആളുകളുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചിലരൊക്കെ കാശ് കൊടുത്ത് സഹായിക്കും, ചിലർ വീട് വെച്ച് സഹായിക്കും, ചിലരൊക്കെ ആപത്തിന് വയ്യാണ്ടൊക്കെ കിടക്കുമ്പോൾ പൈസ കൊടുത്ത് സഹായിക്കും, വിശപ്പിന് ഭക്ഷണം വാങ്ങിച്ച് കൊടുത്ത് സഹായിക്കും എന്ന് വേണ്ട പല തരത്തിലുള്ള സഹായങ്ങളും സാധുക്കൾക്ക് വേണ്ടിയിട്ട് പലരും ചെയ്തിട്ടുണ്ട് ഇല്ലേ? പക്ഷേ അതിനേക്കാളേറെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള, വളരെ വിലമതിക്കുന്ന, ഈശ്വരൻ്റെ കണ്ണിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന തരത്തിലുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനമുണ്ട്. അറിയാമോ? അത് ചെയ്യുന്നത് ഒരു പെൺകുട്ടിയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അവൾ പേയ്മെൻറ്റൊക്കെ മേടിച്ചിട്ട് ചെയ്യുന്ന വർക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ പാവങ്ങൾക്ക് അതനുസരിച്ചാണ് അവൾ ചെയ്യുന്നത്. അവളുടെ ആ വലിയൊരു മനസ്സുണ്ടല്ലോ, ആ മനസ്സിന് മുന്നിൽ ഞാൻ നമസ്കരിക്കുകയാണ്. സത്യത്തിൽ ചെറിയ പെൺകുട്ടിയാണ്, പക്ഷേ അവൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി കണ്ടാലുണ്ടല്ലോ, അവളെ രണ്ട് കൈയും കൂപ്പി തൊഴുവാൻ തോന്നും. എന്തു തന്നെയാണെങ്കിലും നമുക്ക് ആ ജീവകാരുണ്യ പ്രവർത്തനം എന്താണ് അവൾ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫുള്ള് പേന ഇതില്ലേ, ഫുള്ള് പേന കേട്ടോ. ഈ പെടലിക്ക് പുറത്തൊക്കെ എന്ന് പറ്റിയത് പെങ്കടിച്ചാണോ? ഇത് പെങ്കടിക്കുന്നേ. ഇത് തീരത്തില്ല. അതായത് ഈ അമ്മയുടെ ദേഹത്ത് കഴുത്തിൻ്റെ താഴെ ഭാഗത്തൊക്കെ നന്നായിട്ട് പേൻ കടിച്ചതിൻ്റെ അടയാളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് എല്ലാം ഒന്നും അതുപോലെ ഉൾപ്പെടുത്താനൊന്നും പറ്റില്ല. ചിലപ്പോൾ കോപ്പി റൈറ്റോ സ്ട്രൈക്കോ ഒക്കെ കിട്ടാം. ഇപ്പോഴാണെങ്കിൽ ഞാൻ എങ്ങോട്ട് എന്ത് ചെയ്യുന്നു എന്ന് തിരക്കി മനസ്സിലാക്കി ഇങ്ങനെ നടക്കുന്ന കുറേ എണ്ണമുണ്ട്. അപ്പോൾ അത്തരക്കാരൊക്കെ നമുക്ക് കോപ്പി റൈറ്റും സ്ട്രൈക്കോ ഒക്കെ മേടിച്ച് തരാനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ലത് ഉദ്ദേശിച്ച് ചെയ്താലും പലതും എനിക്ക് ദോഷമായിട്ട് വരുന്നൊരു സമയമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ മോള് ചെയ്യുന്ന പ്രവൃത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതില്ലേ, ഞങ്ങൾ ചെയ്യണമെന്നുണ്ട്, നിങ്ങളെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അത്ര നേരം വേദന ഇതൊന്നും ഞാൻ വേണ്ട ആദ്യമായിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ മുടി മുട്ടടിക്കണമെന്നൊന്നും ഇല്ല. ഞാനും ആദ്യമായിട്ട് സമ്മല്ലേ ഇത് ക്ലിയർ ചെയ്ത് വിടണമെന്നുണ്ട്. പക്ഷെ ഒന്നിനും പറ്റാത്തൊരവസ്ഥയായുണ്ട് കേട്ടോ. ഒന്നും തോന്നല്ലേ. നമുക്ക് ഈ മുടി ഒട്ടും കൊള്ളത്തില്ല. ഇതിന് എന്താ, ഇത് തലയോട്ടിയുടെ ഒട്ടിയിരിക്കുക സംഭവം. കരയണ്ട, നമുക്ക് നല്ല മുടി വരുമല്ലോ. ഇതിവിടെ ആർക്കും ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ഭയങ്കര നല്ല കരയണ്ട, എല്ലാം സ്മെല്ലായോണ്ടേ ഇതൊക്കെ ഇതാവുന്ന. ഇത് ഒട്ടും ഇത് അനങ്ങാൻ പറ്റത്തില്ല. ഇത് തലയോട്ടിൽ ഒട്ടിയിരിക്കും, നല്ല വേദന എടുക്കും. അതിന് മനസ്സിലായോ? ഞാൻ ചെയ്തുതരാം. ഇതില്ലേ, നമുക്ക് നല്ല മുടി വരും കേട്ടോ. ഇത് ഇവിടെ നല്ല ഉപയോഗിക്കുന്നുണ്ട്. എന്തിന്റെ ഗുളികയായിരിക്കുന്നത്? ഈ ശക്തീകരണത്തിന്റെ കൂട്ടത്തെ ശക്തീകരണം. എത്ര രൂപ? 3 ഇത് വെട്ടാൻ പറയുമോ? അവര് വെട്ടത്തില്ല. അല്ല, കുറച്ച് പൊടിയില്ല, കുറവൊക്കെ
ഇത് തലയോട്ടിയുടെ ഒത്തിരിക്കുന്നത് അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇത്. അല്ല ഞാനേ ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്തു തന്നെ കേട്ടോ. അല്ല മുടിയില്ല ഇത് മൊത്തത്തിലേതാ കണ്ടോ? ഇത് ഉള്ളിലെ അല്ല ഇത് ഒത്തി ഇരിക്കുവാ തലയോട്ടിയിൽ കണ്ടോ? ചെളിയാണത്. അഴുക്കാം കേട്ടോ. സത്യം പറഞ്ഞാലുണ്ടല്ലോ ആ അമ്മയുടെ തല നിറച്ച് പേന കേട്ടോ. പേനുമാണ്, അഴുക്കാണ്, ചെളി പോലെ അപ്പിപ്പിടിച്ചിരിക്കുകയാണ് തല. ആ അമ്മ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് തന്നെ കാലങ്ങളായി. അപ്പോൾ ഈ പെൺകുട്ടി ഇത് പറയുന്നുണ്ടെങ്കിലും പാവം അവൾ കരയുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും അവരോട് കരയരുത് അമ്മ കരയരുതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ കരയുകയും ചെയ്യുന്നുണ്ട്. അത്ര പാവമാണ് അവൾ. അവളുടെ ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും കാണണം. ഇവൾ എല്ലാവർക്കും ഇതുപോലെയുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരത്തി ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ കരയരുതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും സമാധാനിപ്പിച്ചിട്ട് അവൾ കരയും. അത്ര പാവമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതമാണ് തോന്നിയത്. ഇവരുടെ ചാനലിലെ ഒരുപാട് വീഡിയോകൾ ഞാൻ എടുത്ത് നോക്കി. എല്ലാത്തിലും ഇതുപോലെ തന്നെയാണ്. തലയിൽ നമ്മൾ തൊടാൻ അറയ്ക്കുന്ന തരത്തിലുള്ള തലവരെ നല്ലതാക്കി അവസാനം ഇവൾ പറഞ്ഞു വിടുന്ന സമയത്തുണ്ടല്ലോ, കണ്ടു കഴിഞ്ഞാൽ ആ തലയിൽ ഒരു ഈരോ പേനോ അഴുക്കോ ഒന്നും ഉണ്ടാവില്ല. അത്രയും ഫ്രഷാക്കിയാണ് വിടുന്നത്. ഈ അമ്മയുടെ തലയിൽ നിറച്ച് പേന കേട്ടോ. പേനെന്ന് വെച്ചാൽ ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള പേനാണ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ഇവരുടെ മുടി എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാവേ. നമുക്കിതിങ്ങനെ ഒരുപോലെ കാണിക്കാനും ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പല വീഡിയോസുകളും ഇങ്ങനെ കാണിക്കാനായിട്ടൊരു വിഷമം തോന്നുന്നതെന്ന് വെച്ചാൽ ഈ അവസ്ഥയിലായി മുടി കട്ട് ചെയ്ത്. നോക്കാനൊന്നും പറ്റത്തില്ല. തലയിലോ? അതാണ് അമ്മയിലും വെപ്പോടി വെച്ചോണ്ട് കിടക്കുന്നല്ലേ? പിന്നെ ഈ കാപ്പിപ്പൊടി ഇതെല്ലാം കഴിച്ച് തല കൊണ്ടിരിക്കുക. നേർക്ക് നെയ്യ് വേണം, മസ്റ്റാ. നമുക്ക് പച്ചവെള്ളം മതി. ഇതെങ്ങനാ ഇനി നമ്മൾ അടിപൊളിയായിട്ടൊക്കെ നോക്കത്തില്ലേ? പറഞ്ഞാൽ കേൾക്കുവാ. വേണ്ട, പൈസ വേണ്ട. അത് കുഴപ്പമില്ല, പൈസ വേണ്ട. പൈസ വേണ്ട. വേണ്ടാത്തത് കൊണ്ടല്ലേ വേണ്ടെന്ന് പറയുന്നത്. വേണമെങ്കിൽ മേടിക്കുമല്ലോ. അമ്മയെ നോക്കണം, അനിയനെ നോക്കണം, എല്ലാം നോക്കണ്ടല്ലേ? അപ്പൊ എനിക്ക് കരഞ്ഞത് എങ്ങനെയാ? എന്തിനാ കരയുന്നേ? ഇനി ഒരു കുഴപ്പമില്ല കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചിമാരെ വിളിക്കണം കേട്ടോ. നമ്പർ തരേ. ചേച്ചിമാരെ വിളിച്ചിട്ട് എന്തെങ്കിലും വിഷമ കാര്യങ്ങളുണ്ടെങ്കിൽ പറയണം കേട്ടോ.
ഇതുപോലെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം ഞാൻ വേറെ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ എന്താ പറയുന്നത്, ഈ തലയിൽ ഒരിത്തിരി പേനൊക്കെ വന്നു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും, ചൊറിഞ്ഞ്. അപ്പോൾ പിന്നെ ആ തല മുഴുവനായിട്ട് ശരിക്കും ഞാൻ നിങ്ങളെ കാണിച്ചു തരാഞ്ഞതാണ് കേട്ടോ വീഡിയോയിൽ. ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള വീഡിയോകളൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചാനലിനെ അത് ബാധിക്കും. അമ്മാതിരിയാണ് ആ തലയിൽ അങ്ങനെ പേനിരിക്കുന്നത്. പേൻ മാത്രമല്ല, വലിയ വലിയ പേനുകൾ തലയിൽ കൂടി ഇങ്ങനെ ഒഴുകി ഇറങ്ങുകയാണ്. എന്തായാലും ആ പെൺകുട്ടിക്ക് ദൈവം നല്ലത് വരുത്തട്ടെ. എല്ലാവരും ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതുപോലൊരു നല്ല മോളെ, ഇത്രയും നല്ല മനസ്സിനുടമയായ, മറ്റുള്ളവരിലേക്ക് ആ ഒരു കാരുണ്യമുള്ളൊരു പെൺകുട്ടിയെ മകളായിട്ട് കിട്ടിയ ആ അച്ഛനും അമ്മയും വളരെ ഭാഗ്യം ചെയ്ത അച്ഛനും അമ്മയാണ്. ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അവർക്ക് ദൈവം ദീർഘായുസ്സ്, ആരോഗ്യ സൗഖ്യങ്ങൾ കൊടുക്കട്ടെ. ഇതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ഇത് ഒരിക്കലും ഒരു റിയാക്ഷൻ വീഡിയോയേ അല്ല. ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എൻ്റെ ചാനലിലേക്ക് എടുത്തത്.